ഇറാന്റെ കളികൾ മാറി മറിയുകയാണ്. ഇസ്രായേലിന്റെ നഗരങ്ങളെ വിറപ്പിച്ചിരിക്കുകയാണ്. മിസൈലുകൾ നേരിട്ട് പതിച്ചതോടെ കെട്ടിടങ്ങൾ തകർന്നിരിക്കുകയാണ്. സംഭവത്തിൽ 150 പേർക്ക് പരിക്കുണ്ട്. അതിൽ 20 പേരുടെ നില അതീവ ഗുരുതരമാണ്. നിർത്താതെ ഇസ്രായേലിൽ സൈറണുകൾ മുഴങ്ങുന്നു. ഇസ്രായേൽ തകർന്ന് തരിപ്പണമാകുന്നു എന്നതിന്റെ വിലയിരുത്തൽ കൂടിയാണോ ഇതെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇസ്രായേലിനെ അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഡിമോണിയിലെ ആണവ ഗവേഷണ കേന്ദ്രത്തിന് നേരെ ഇറാന്റെ ആക്രമണം കനത്ത നാശനഷ്ടം വിതച്ചിരിക്കുകയാണ്. അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി നേരത്തെ നേരിട്ടിരുന്നുവെങ്കിലും അതെല്ലാം തരണം ചെയ്ത് വലിയൊരു തിരിച്ചടിക്ക് ഇറാൻ മുതിർന്നിരിക്കുകയാണ്. കാരണം ഇസ്രയേൽ അവരുടെ പരമോന്നത നേതാവിനെ കൊല്ലുന്നു, അത് കഴിഞ്ഞിട്ട് ലാരിജാനി അവരുടെ സുരക്ഷാ നേതാവിനെ കൊല്ലുന്നു. ഇത്തരം രീതിയിലേക്ക് ഒരു വധശ്രമങ്ങൾ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഇറാൻ പ്രതികരിച്ച ഒറ്റ കാര്യം ഇതാണ്. അതായത് ഇസ്രയേലിന്റെ നേതാവ്, അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഞങ്ങൾ വധിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തായിരുന്നു ഇറാൻ തങ്ങളുടെ ആക്രമണം വീണ്ടും ഘടിപ്പിച്ചത്. മാത്രമല്ല, ഈ പറയുന്നത് പോലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വധിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് വന്ന നേതാവായിരുന്നു മുജ്തബ ഖമേനി എന്ന് പറയുന്നത് തന്റെ മകൻ. ആ മകൻ വന്നതിലൂടെ തന്നെ ഈ യുദ്ധങ്ങൾക്ക് വലിയൊരു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഈ പറയുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള രീതിയുമാണ് കാണാൻ സാധിക്കുന്നത്. കാരണം മുജ്തബ ഖമേനി അധികാരത്തിലേറിയതിനു ശേഷം ഇറാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നതാണ് ഹോർമൂസ് കടലെടുക്കുക. എന്തായാലും ഈ ഒരു നീക്കങ്ങൾ നടക്കുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, എത്രത്തോളമാണ് ഇറാന്റെ കരുത്ത് എന്നുള്ളത്. ഇറാൻ തുടരെ നടത്തുന്ന ആക്രമണങ്ങൾ മാത്രമല്ല, ഇറാന്റെ നിലപാടുകളും ഇതിൽ വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇസ്രയേലിലേക്ക് അകത്തടിച്ചിരിക്കുകയാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇസ്രയേൽ ആകെ കത്തുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവും ഈ പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടി സംയുക്തമായിട്ട് ഒരു ആക്രമണം ഇറാനിലേക്ക് ആ ഒരു ആദ്യഘട്ടത്തിൽ തൊടുത്തുവിട്ടപ്പോൾ പ്രതീക്ഷിച്ചില്ല ഈ ഒരു നിമിഷം വരെ ഏൽക്കാൻ പോകുന്നത് ഏറ്റവും വലിയ പ്രഹരമായിരിക്കും. ഇന്ന് 4 ആഴ്ച തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ്. അന്ന് നോക്കിക്കേ, നിങ്ങൾ ഈ ഒരു ഇറാന്റെ നേതാക്കൾ മരിക്കുമ്പോഴും അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുമ്പോഴും ഈ പറയുന്ന അമേരിക്കയും ഇസ്രയേലും ഒരുപാട് സന്തോഷിച്ചിരുന്നു. പക്ഷേ ഇന്ന് അവരുടെ അവസ്ഥയൊന്ന് നോക്കിക്കേ, എത്രത്തോളം നാശനഷ്ടങ്ങളാണ് ഇന്ന് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഉണ്ടായിരിക്കുന്നത് എന്നത്. അതിൽ ഏറ്റവും കൂടുതൽ അമേരിക്കയ്ക്കാണ്. സാമ്പത്തികപരമായിട്ട് എല്ലാം തകർന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് ട്രംപ് പോകുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്നൊരു യുദ്ധം അവസാനിപ്പിച്ചു എന്നുള്ള വാർത്തയൊക്കെ അല്ലെങ്കിൽ കള്ളത്തരമൊക്കെ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മനോനില തെറ്റിയ ട്രംപിനെയാണ് പിന്നീട് കാണാൻ സാധിച്ചത്. എങ്ങനെയാണ് അത് പറയാൻ സാധിക്കുന്നത് എന്നാണ് എടുത്തെടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യം. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇസ്രയേലിലേക്ക് ഇറാൻ നടത്തിയിരിക്കുന്ന ആക്രമണത്തിൽ ഒരു വലിയ വെല്ലുവിളി നേരിടുകയാണ് അവിടുത്തെ സൈനിക താവളങ്ങൾ അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങൾ. കാരണം നേരത്തെ ആണെങ്കിൽ അമേരിക്കയുടെ എയർബേസുകൾ മാത്രം ലക്ഷ്യം വെച്ച് അമേരിക്കയുടെ വ്യോമതാവളങ്ങളും എണ്ണപ്പാടങ്ങളും മാത്രം ലക്ഷ്യം വെച്ചിരുന്ന ഈ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇസ്രയേലിലേക്ക് ഒരു ആക്രമണമാണ്. അത് മാത്രമല്ല, ഇസ്രയേലിനെ തരിപ്പണമാക്കുമെന്നതിന്റെ വിലയിരുത്തൽ കൂടിയാണോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇസ്രയേലിലെ അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഡിമോണയിലാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 24 മണിക്കൂറിനിടെ 5ാമത്തെ തവണയാണ് ഇസ്രയേലിലെ ഈ മേഖലയായിട്ടുള്ള ഡിമോണയെ ഉറ്റുനോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാന്റെ ആക്രമണം നടക്കുന്നത്. ആണവ ഗവേഷണ കേന്ദ്രത്തിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം നടത്തിയത് കനത്ത നാശനഷ്ടമാണ് സംഭവസ്ഥലത്ത് വിതച്ചിരിക്കുന്നത്. 24 മണിക്കൂറിനിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 5ാം തവണയാണ് ഈ ഡിമോണ നഗരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് മിസൈലുകൾ പാഞ്ഞെടുത്തത്. ആക്രമണത്തെ തുടർന്ന് ആണവ കേന്ദ്രത്തിനുള്ളിൽ തീപിടുത്തം ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഈ ഒരു ഒറ്റ കാര്യം മതി ഇസ്രയേലിനെ വിറപ്പിക്കാൻ. അതായത് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രയേലിലേക്ക് ഉണ്ടായിരിക്കുന്ന ഒരു വലിയ പ്രഹരം എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ ഉറക്കം കെടുത്തുന്നതാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഏറ്റവും വലിയ ഒരു ചീട്ട് കൊട്ടാരം തകർക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും 3 നില കെട്ടിടം ഉൾപ്പെടെ നിരവധി നിർമ്മിതികളിൽ കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും
മധ്യ ഇസ്രയേലിൽ കനത്ത സ്ഫോടനങ്ങൾ ഉണ്ടായതായിട്ടാണ് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആറാട്, ഡിമോണ, എലാഡ്, ബിർഷീവ, കിരിയാത്ത് ഗഡ് എന്നിവിടങ്ങളിൽ വ്യാപക നഷ്ടം സംഭവിച്ചു എന്നാണ് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നോക്കിക്കേ, എത്രത്തോളമായിരുന്നു ഇറാന്റെ പ്രതികരണ ശേഷി എന്ന് പറയുന്നത്. അതായത് തുടരെ ഇറാനെ ഈ പറയുന്ന ഇസ്രയേലും അമേരിക്കയും വെല്ലുവിളിക്കുമ്പോൾ അവർ വെല്ലുവിളിക്കുകൾക്ക് പകരം തിരിച്ചു നൽകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മറുപടി ഈ ആക്രമണമാണ്. അതായത് അവർക്ക് വേറെ വെല്ലുവിളികളോ ഒന്നുമില്ല. അവർ പറയുന്ന കാര്യങ്ങൾ വളരെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർ ആ വെല്ലുവിളികൾക്ക് പകരം, അല്ലെങ്കിൽ ഇങ്ങനെ നടത്തും, ഞങ്ങൾ അത് ചെയ്യും എന്നതിന് പകരം അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. വാക്കിലല്ല കാര്യം, പ്രവൃത്തിയിലാണ് എന്ന് പറയുന്നത് പോലെ തന്നെ അവർ ലക്ഷ്യം കാണുന്നത് ഈ പ്രവൃത്തിയിലൂടെയാണ്. അപ്പൊ ഇത്തരം പ്രവൃത്തിയിലൂടെ ഇറാൻ ലക്ഷ്യമിടുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രഹരശേഷി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ പ്രഹരശേഷിയുടെ ഭാഗമായിട്ട് തകർന്നടിയുന്നത് ഈ പറയുന്ന ഇസ്രയേലാണ്. ഇസ്രയേൽ ആയിരുന്നല്ലോ ആദ്യമേ കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ പറയുന്ന അമേരിക്കയുടെ അനുമതി വാങ്ങി ഈ പറയുന്ന ഇറാനിലേക്ക് ആക്രമണം നടത്തിയത്. അതായത് ആദ്യം ഒരു കാരണവശാലും ആക്രമണം നടത്തേണ്ട സാഹചര്യം അല്ലായിരുന്നു അവിടെ. കാരണം ഈ പറയുന്നത് പോലെ യുദ്ധം നടത്തണം എന്നുള്ളൊരു രീതി പോലും ഇറാൻ ചിന്തിച്ചിട്ടില്ല. വളരെ നയതന്ത്രപരമായിട്ട് ചർച്ചകളിലൂടെ മുന്നോട്ട് പോകാനിരുന്നപ്പോഴാണ് മൂന്നാം ഘട്ട ചർച്ച കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഇസ്രയേൽ വന്നിട്ട് അമേരിക്കയുടെ കൂടെ ചേർന്നിട്ട് ഒരു സംയുക്ത ആക്രമണം നടത്താനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതിൽ വഴങ്ങി നിന്നുകൊണ്ട് അമേരിക്ക അതിനൊരു അനുമതി നൽകി. അതിന്റെ ഭാഗമായിട്ട് ഇസ്രയേൽ എന്ത് ചെയ്ത് ഇറാനിലേക്ക് ആക്രമണം നടത്തിയത്. പക്ഷേ 4 ആഴ്ച പിന്നിടുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്താണ്? യുദ്ധം അവസാനിച്ചിട്ടില്ല. 4 ആഴ്ച കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നാവ് ഇറങ്ങിപ്പോയെന്നാണ് ചോദ്യം. കാരണം 4 ആഴ്ച കൊണ്ട് യുദ്ധം അവസാനിക്കും, യുദ്ധം എളുപ്പത്തിൽ അവസാനിപ്പിക്കും, ഞങ്ങൾ ഇതെല്ലാം പിടിച്ചെടുക്കും, ഇവിടെ ഞങ്ങൾ ഭരിക്കും, ഇവരുടെ എണ്ണപ്പാടങ്ങൾ ഞങ്ങൾക്ക് സ്വന്തമാക്കും, ഇതെല്ലാം പെട്ടെന്ന് കഴിയും എന്ന രീതിയിൽ നിന്നെങ്കിൽ അവിടെ തെറ്റി ലോകത്തെ മൊത്തം സ്തംഭിപ്പിക്കുന്ന മറ്റൊരു രീതിയിലേക്ക് ഇറാൻ കടന്നു. അതായിരുന്നു ഹോർമുസ് കടലെടുക്കുക എന്ന് പറയുന്നത്. ഏതായാലും ആ കടൽപാത വഴി ആക്രമണം നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സ്തംഭിച്ചത് ഈ ലോകം തന്നെയാണ്. കാരണം ഈ പറയുന്ന പശ്ചിമേഷ്യയുണ്ട്, ഗൾഫ് രാജ്യങ്ങളും ഉണ്ട് കേട്ടോ. ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു പ്രശ്നം നടന്നാൽ അത് ബാധിക്കുന്നത് ഇസ്രയേലിനെ അമേരിക്ക ആണ് എന്നതിൽ സംശയമില്ല. എന്തായാലും ഈ ഇറാന്റെ മറുപടി എന്ന് പറയുന്നത് ലോകം മൊത്തത്തിൽ സ്തംഭിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇറാന്റെ നിർണായക നീക്കങ്ങൾ നടന്നത്. എന്തായാലും ഇസ്രയേലിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ വാക്കുകൾ അല്ലെങ്കിൽ പദ്ധതികൾ പാളുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രഹരശേഷിയുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോൾ അതിൽ പതറി നിൽക്കുന്ന ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആക്രമണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഇറാൻ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇറാന്റെ ഒരു വാക്കുണ്ട്, ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഞങ്ങളാണെന്ന്. അത് ഉറ്റുനോക്കുകയാണ് ലോകം. കാരണം അത്രയേറെ പ്രയാസങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പശ്ചിമേഷ്യ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം എന്ന് പറയുന്നത് അവർക്ക് വളരെ കഷ്ടകാലമായിട്ടുള്ള ഒരു യുദ്ധമാണ്. അവിടെ ആളിക്കത്തുകയാണ്. അവിടെ ഈ പറയുന്ന ദൈനംദിന ജീവിതങ്ങൾക്ക് പോലും അവിടുത്തെ ദുസ്സഹമാകുന്ന രീതിയിലേക്ക് ഈ യുദ്ധം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ 20 രാജ്യങ്ങൾ ഒരുമിച്ച് പറയുകയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നടത്തണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യം പട്ടിണിയിലാകും എന്നുള്ള മുന്നറിയിപ്പുകൾ തന്നെ നൽകുന്നുണ്ട്. എന്തായാലും ആ ഒരു കാര്യം കണക്കിലെടുത്തെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുമോ എന്നുള്ളതാണ് ഇനി തിരിച്ചറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഈ യുദ്ധം നടക്കുമ്പോൾ ഇതിനൊപ്പം തന്നെ ഹിസ്ബുള്ള വരുന്നതും വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഇറാനെ സഹായിച്ചേ പറ്റൂ. ഒരു ഘട്ടത്തിൽ ഹിസ്ബുള്ളയെ സഹായിച്ചിരുന്ന ആളുകളായിരുന്നു ഇറാൻ. അതുകൊണ്ട് ഇറാൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഹിസ്ബുള്ള വരും. മാത്രമല്ല റഷ്യയുടെ സഹായം ഉള്ളതും വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. റഷ്യയും സഹായിക്കുന്നുണ്ട്. റഷ്യക്കും സഹായിച്ചേ പറ്റൂ. കാരണം റഷ്യയെ സഹായിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ പരസ്പര ഈ സഹായത്തോടു കൂടി ഇറാൻ മുന്നിട്ടിറങ്ങുമ്പോൾ വലിയ നാശനഷ്ടങ്ങളാണ് ഇന്ന് ഇസ്രയേലിനും അമേരിക്കയ്ക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഈ പറയുന്നത് പോലെ തന്നെ അമേരിക്ക ക്യൂബയിൽ പോയി. ക്യൂബയിൽ ചെന്നിട്ട് അവിടെ കുറച്ച് അലക്കുലത്ത് പരിപാടികളൊക്കെ നടത്തി. എന്നിട്ട് പറഞ്ഞ് അവിടെ ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ഉപരോധങ്ങളൊക്കെ ഞങ്ങൾ മാറ്റാം, പകരം ഞങ്ങൾക്ക് ആ ഒരു ഭരണം തരുമോ എന്നുള്ള ഒരു ഉളിപ്പില്ലായ്മയിലൂടെയാണ് അമേരിക്ക ഈ കാര്യം ചോദിച്ചതെങ്കിൽ അവിടുത്തെ ക്യൂബൻ പ്രസിഡന്റ് അല്ലെങ്കിൽ അവിടുത്തെ സർക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് അതിൽ ഒരു തീരെ താല്പര്യമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭരണം നിങ്ങൾക്ക് മുന്നിൽ അടിയറവ് വെക്കേണ്ട കാര്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അമേരിക്കയുടെ പ്ലാനിങ് എങ്ങനെയാണെന്ന്. ആദ്യമേ വെനസ്വല പോകുന്നു,
രണ്ടാമത് ഇറാനിലേക്ക് പോകുന്നു. പക്ഷെ ഇറാനിൽ തെറ്റി. കാരണം വെനസ്വേലയിൽ നടന്നതൊക്കെ ഇറാനിൽ നടത്താം, എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കാം എന്ന് ചിന്തിച്ച അമേരിക്കയ്ക്ക് അവിടെ തെറ്റി. രണ്ടാമത് ഇപ്പോൾ ഇറാനിലേക്ക് വന്നു. പക്ഷെ ഇറാനിലെ സ്ഥിതിഗതികൾ വളരെ മോശമാണെന്ന് മനസ്സിലായി. അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. അങ്ങനെ അതുകൊണ്ട് കള്ളം പറഞ്ഞുകൊണ്ട് യുദ്ധം അവസാനിച്ചെന്നും പറഞ്ഞ് എസ്കേപ്പ് ആവാൻ നോക്കുന്ന അമേരിക്കയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ മൂന്നാമത് പോയത് ക്യൂബയിലേക്കാണ്. ക്യൂബയിൽ ചെന്നിട്ട് ഭരണം ചോദിച്ചു വാങ്ങാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള അവസ്ഥയിലൊക്കെ അമേരിക്ക കടന്നു പോകുമ്പോൾ ഇറാന്റെ പ്രതികാരശേഷി എന്ന് പറയുന്നത് നിന്നിട്ടില്ല എന്നതാണ്. എന്തായാലും അങ്ങനെ ഒരു രീതിയിലേക്ക് ഇറാൻ പോകുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഈ യുദ്ധം എപ്പോൾ എങ്ങനെ അവസാനിക്കും എന്നതാണ്. എന്തായാലും ആ ഒരു യുദ്ധം നടക്കുന്നത് എത്രത്തോളം ബാധിക്കും എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത്. ഹോർമുസ് കടലിടുക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം ഈ പശ്ചിമേഷ്യയിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷം 4ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ അതൊരു പ്രാദേശിക യുദ്ധം എന്ന പരിധി മറികടന്ന് ആഗോള ശക്തികളുടെ രാഷ്ട്രീയങ്ങളിലേക്ക് അത് നീങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുകയാണ്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും തുടരുന്ന വ്യോമാക്രമണങ്ങൾ യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ ഈ ഒരു സംഘർഷ എണ്ണപാതകളും അന്താരാഷ്ട്ര നയതന്ത്രവും ഉൾപ്പെടുന്ന ഒരു വിപുലമായിട്ടുള്ള പ്രദേശത്തേക്ക് വ്യാപിപ്പിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിന്റെ കേന്ദ്രീകൃത വിഷയം എന്ന് പറയുന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ളത് ഈ ഹോർമുസ് കടലിടുക്ക് കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിൽ ഒന്നായ ഈ ഒരു കടലിടുക്ക് എന്ന് പറയുന്നത് സുരക്ഷിതമാക്കുന്നത് ആഗോള സമ്പത്തിനും ഊർജ്ജ സുരക്ഷയ്ക്കും നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെയാണ് ഈ പറയുന്ന അമേരിക്ക ആക്രമണം നടത്തും എന്ന് പറയുന്നത്. എന്നാൽ അമേരിക്കയ്ക്ക് കനത്ത മറുപടി ഇറാൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം നടക്കുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചും അമേരിക്കയും വളരെ ഒരു സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോവുകയാണ്. അവിടെയും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. അത് അമേരിക്കയ്ക്ക് മനസ്സിലായതുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ള കാര്യം പറഞ്ഞത്. എന്തായാലും ഈ ഒരു ഹോർമുസ് കടലിടുക്ക് വളരെ നിർണായകമാണ്. ഇതിൽ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ ലോകം മൊത്തം സ്തംഭിക്കും എന്നതിൽ സംശയമില്ല. പക്ഷെ ഇത്തരം നീക്കങ്ങൾ നടത്തുമ്പോഴും എപ്പോഴാണ് ഈ ഒരു യുദ്ധത്തിന് അറുതി വരിക എന്നതാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്.